എല്ലാവർക്കും സുഖസാറാണ്. മറ്റൊരു CBSE ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എടുത്തേക്കുന്നത്. ഡിഫറൻസിയേഷനിലെ ഒരു പ്രൂവ് ദാറ്റ് ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, മിസ്ലേനിയസ് എക്സസൈസിലുണ്ട്. പക്ഷെ ഇത് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ കിട്ടത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കുറെ ക്വസ്റ്റൻസുകൾ നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് കാൽക്കുലസിലെ മീൻസ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലും അതുപോലെ സാധാ ഡിഫറൻസിയേഷനും നിങ്ങൾ നന്നായിട്ട് ഇത്തിരി എക്സ്ട്രാ ക്വസ്റ്റൻസുകൾ പഠിച്ചെങ്കിലേ നമ്മുടെ ബോർഡ് എക്സാമിന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബോർഡ് എക്സാം ടഫ് ആവും, പ്രത്യേകിച്ച് ഈ രണ്ട് ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റൻ നന്നായിട്ട് നിങ്ങളൊരു ബുക്കും പെന്നും ഒക്കെ എടുത്ത് അങ്ങ് ഇപ്പോഴേ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ക്ലാസ്സുകൾ തരും. പിന്നെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ് കിട്ടാൻ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ക്ലാസ് ഉണ്ട്, അടിപൊളിയായിട്ട് മാത്സിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഫുൾ പ്രോബ്ലംസും ചെയ്യുന്ന ക്ലാസ് കിട്ടും. അതിന്റെ കൂടെ അതിന്റെ നോട്ട്സുകളും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + y + y ഇൻറ്റു റൂട്ട് ഓഫ് 1 + x = 0, then show that dy by dx = -1/1 + x whole square. ഇങ്ങനെ ഷോ ദാറ്റ് വരുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഷോ ദാറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അങ്ങനെ തന്നെ എത്തിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അങ്ങനെ എത്തിക്കണമെങ്കിൽ സാധാരണ ചെയ്തു പോയാൽ ചിലപ്പോൾ കിട്ടത്തുമില്ല. അപ്പൊ അവിടെ കുറെ അഡ്ജസ്റ്റ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം നമുക്ക് തന്നേക്കുന്നതിന് നമ്മൾ ആദ്യം ഈ റൂട്ടിനെയൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഈ രണ്ടാമത്തെ ടേമിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഈസ് x ഇൻറ്റു റൂട്ട് ഓഫ് 1 + y = -y ഇൻറ്റു റൂട്ട് ഓഫ് 1 + x. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇവനെ അപ്പുറത്ത് കൊണ്ടുപോയി നെക്സ്റ്റ് നമ്മൾ സ്ക്വയറിംഗ് നടത്തണം. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. അപ്പുറം ഇപ്പുറവും നമ്മൾ സ്ക്വയറിംഗ് നടത്തുമ്പോൾ നോക്കിക്കാണെ, x ഇൻറ്റു റൂട്ട് ഓഫ് 1 + y ദ ഹോൾ സ്ക്വയർ = -y ഇൻറ്റു റൂട്ട് ഓഫ് 1 + x ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു ഇത് ദ ഹോൾ സ്ക്വയർ എന്നല്ലയോ. അപ്പൊ എക്സിന്റെ സ്ക്വയർ ആരാ മോനെ? എക്സ് സ്ക്വയർ. റൂട്ട് 1 + y സ്ക്വയർ. റൂട്ട് 1 + y സ്ക്വയർ വരുന്ന റൂട്ടും സ്ക്വയറോടെ പോയിക്കൊണ്ട് ബാക്കി ആരെ കിട്ടി? 1 + y. ഓക്കെ ആണല്ലോ. ഇവിടെ അതേപോലെ തന്നെ -y ഇൻറ്റു ആണ്. അപ്പൊ ഇവിടെ മൈനസിന് സ്ക്വയർ മൈനസ് പോയി, പിന്നെ വൈയുടെ സ്ക്വയർ എത്രയായി മോനെ? y സ്ക്വയർ ആയി. റൂട്ട് 1 + x സ്ക്വയർ വരുമ്പോൾ റൂട്ട് പോയി 1 + x. അങ്ങനെ നമുക്ക് റൂട്ടൊക്കെ ക്യാൻസൽ ആയി. നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x² ഇൻറ്റു 1 ദാറ്റ് ഈസ് x², x² ഇൻറ്റു y, x² y. ഇവിടെ വരുമ്പോൾ y² ഇൻറ്റു 1 y² ഇൻറ്റു x y² എന്നുമായി. ഓക്കെ, ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കുറച്ച് പണികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ സാധാരണ എന്താ ചെയ്യാറുള്ളത്? എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ ഡിഫറൻസിയേഷൻ നടത്തും, ഇല്ലയോ? അങ്ങനെ ചെയ്താൽ ഇതൊന്നും ഉടനെ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റിനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ എത്തിച്ച ശേഷമേ ഡിഫറൻഷിയേറ്റ് ചെയ്യാവുള്ളൂ, എന്നെങ്കിലും ആൻസർ ഒക്കെ അങ്ങനെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി കുറെ പണികളുണ്ട്. അപ്പൊ ഇത്രയൊക്കെ എത്തിച്ചു. ഇനി നമ്മൾ കണ്ട ഈ x² y² ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ x² - y² = ഇയാൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ xy² - x²y. അല്ലെങ്കിൽ എല്ലാത്തിനും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാം. ഞാനിപ്പോ ചെയ്തത് ഇവരെ രണ്ടുപേരുടെ ഒരുമിച്ചെഴുതി, ഇവരെ രണ്ടുപേരും ഒരുമിച്ചെഴുതി എന്ന് പറയാൻ കോമൺ ഒക്കെ കിട്ടും. x² - y² can be written as a² - b² a + b into a - b ആകുമ്പോൾ this can be x + y into ആരാണ്? x - y = ഇവിടെ കണ്ട xy² - x²y ആണ്. ഇവിടെ നമുക്ക് രണ്ടിടത്തുനിന്നും ഒരു എക്സും ഒരു വൈയും കോമൺ എടുക്കാനുണ്ട് കേട്ടോ. ഇവിടെ x ഉണ്ട്, ഇവിടെ x² ഉണ്ട്. അപ്പൊ ഒരു x ഉണ്ട്, അതുപോലെ y നമുക്ക് കോമൺ എടുത്തു കഴിഞ്ഞാൽ x y² ഒരു എക്സും പോയി, y² ഒരു വൈയും പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു y ഉണ്ട്. ശരിയല്ലേ? അതുപോലെ ഇവിടുന്ന് x²y ഒരു എക്സേ പോയുള്ളൂ, ബാക്കി ഒരു എക്സ് ഉണ്ട്, y ഇങ്ങ് പോയി, അപ്പൊ ബാക്കി y - x. ഇപ്പൊ ഇവ തമ്മിൽ ക്യാൻസൽ ആവും മോനെ? ഇല്ലല്ലോ. ഇവിടെ x - y ഉണ്ട്, ഇവിടെ y - x ഉണ്ട്, ക്യാൻസൽ ആവത്തില്ല. പക്ഷെ ഈ y - x x - y ആയിരുന്നുവെങ്കിൽ ക്യാൻസൽ ആയേനെ. അപ്പൊ ഞാൻ അതിന് വേണ്ടി ദാറ്റ് ഈസ് x + y ഇൻറ്റു x - y = xy ഇൻറ്റു x - y പുറത്ത് മൈനസ് ഇട്ടു. ഓക്കെ, ഞാൻ ഈ y - x തിരിച്ചിട്ടു. അപ്പൊ മൈനസ് പുറത്ത് വന്നപ്പോൾ x - y എന്താക്കി കളയാം? ക്യാൻസൽ ആക്കി. ബാക്കി കിട്ടിയത് x + y = -xy എന്നാണ് അല്ലെ. x + y = -xy. ഇത്രയൊക്കെ കിട്ടി. ഇപ്പോഴും ഉടനെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യരുത് കേട്ടോ. ഇപ്പോഴും വേണ്ട ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പക്ഷെ ഇങ്ങനെ ആൻസർ കിട്ടത്തില്ല. ഇതിനുള്ളിലുള്ള ആൻസറിന്റെ പ്രത്യേകത നോക്കിക്കാമനെ, ഫുള്ള് എക്സുകളേ ഉള്ളൂ, y ഇല്ല. dy/dx ഫുൾ എക്സുകളാണ്. ഇങ്ങനെ ആൻസറിനുള്ളിൽ എക്സ് മാത്രം വരണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് y = in terms of x ആക്കണം എന്ന് പറഞ്ഞാൽ y = ആക്കണമെന്ന്. ഇതിനെ കാരണം ഡിവൈസിനുള്ളിൽ x മാത്രമേ ഉള്ളൂ.
അപ്പൊ വൈക്കുള്ളിലും എക്സ് മാത്രമാക്കണം. അപ്പൊ ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മൾ ഇതിനെ y ഈക്വൽ ടു ആക്കണം, വൈക്കുള്ളിൽ എക്സ് മാത്രമാക്കണം. അതിനുവേണ്ടിയുള്ള പണികൾ ശ്രദ്ധിച്ചിരുന്നോണേ. ഞാനിപ്പോ ഈ y എഴുതി, ഈ മൈനസ് എക്സ് വൈയും കൂടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു, പ്ലസ് എക്സ്. ഈ പ്ലസ് എക്സ് അപ്പുറത്ത് വരുമ്പോൾ എത്രയായി? മൈനസ് എക്സ്. എന്റെ ഉദ്ദേശം എന്താണ്? y ഈക്വൽ ടു എത്തിക്കണം. അപ്പൊ y ഉള്ള രണ്ട് ടേമിനെയും കൂടെ ഒരുമിച്ചാക്കി. അപ്പൊ ഇവിടുന്ന് y കോമൺ എടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ y ഈക്വൽ ടു ആക്കാം. ഓക്കെ, അപ്പൊ y ഇൻറ്റു ബ്രാക്കറ്റിൽ 1 പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ്, ദെൻ y ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. ഇപ്പൊ കണ്ടോ, y യുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് എക്സ് ഓൺലി ആക്കി. അപ്പൊ എന്താ ഇവിടെ ചെയ്തത്? ഈ y എഴുതി, മൈനസ് എക്സ് വൈ ഇപ്പുറത്ത് വന്നു പ്ലസ് എക്സ് വൈ, ഈ പ്ലസ് എക്സ് അപ്പുറത്ത് വന്നു മൈനസ് എക്സ് ആയി. ദെൻ y ടേക്കൺ ആസ് ഫോർമുല ഇൻ ബ്രാക്കറ്റ് വി ഗെറ്റ് 1 പ്ലസ് എക്സ് ഈക്വൽ മൈനസ് എക്സ്, ഓർ y ഈസ് ഈക്വൽ മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിഫറൻസിയേഷൻ നടത്താൻ പോകുന്നത് ബൈ കോഷ്യന്റ് റൂൾ. എന്തായിരുന്നു കോഷ്യന്റ് റൂള്? വേണം ഈ മൈനസിനെ മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ അവിടെ ഇട്ട് തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ മൈനസിനെ ഇങ്ങ് പുറത്തിട്ടേ, കണ്ടോ, മൈനസിനെ പുറത്തിട്ടിട്ട് ആണ് ഇത്രയാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? കോഷ്യന്റ് റൂൾ കേട്ടോ. മൈനസ് പുറത്തിട്ടുണ്ടേ. നെക്സ്റ്റ് ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 പ്ലസ് എക്സ്, ന്യൂമറേറ്റർ എത്രയാണ്? എക്സ് ആണ്. അപ്പൊ ഡിനോമിനേറ്റർ ഇൻറ്റു ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 1 പ്ലസ് എക്സിന്റെ 1ന്റെ 0, എക്സിന്റെ 1. ഓക്കെ, ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമുക്ക് കോഷ്യന്റ് റൂള്. നോക്കിക്കേ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. ഈ മൈനസ് പുറത്ത് കിടപ്പുണ്ട്. ഓക്കെ, ആൻസർ വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇട്ടു 1 പ്ലസ് എക്സ് ഇൻറ്റു 1 ആര് തന്നെയാ? 1 പ്ലസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയി. ബാക്കിയുള്ളത് 1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ, മൈനസ് പുറത്തുള്ളപ്പോൾ മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. പ്രൂവ് ആയല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. വളരെ ഫാസ്റ്റ് ആയിരിക്കണം, നല്ല ആക്യുറസി ആയിട്ട് നല്ല രീതിയിൽ കൂടെ ചെയ്യണം കേട്ടോ. ഏറ്റവും നല്ല രീതിയിൽ കൂടെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം, കറക്റ്റ് ആയിട്ടും ചെയ്യണം, എന്നെങ്കിലും ഇതൊക്കെ കിട്ടുള്ളൂ. ഇങ്ങനെ കുറെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിലേ എക്സാമിന് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട് ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.